അതേസമയം മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടത്തിയെന്ന വിശദീകരണവുമായി കളമശ്ശേരി നഗരസഭ സ്ഥിതി വിലയിരുത്താൻ നാളെ അടിയന്തര കൗൺസിൽ യോഗം ചേരും. തൃക്കാക്കര നഗരസഭയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ തോടുകളിലെ ശുചീകരണ പ്രവർത്തനം സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നുവെന്നും ചെയർപേഴ്സൺ സീമ കണ്ണൻ പറഞ്ഞു. തോടുകളെല്ലാം എന്തായാലും ഞങ്ങൾ ഇവിടെ ഞാൻ 1 മാസം മുമ്പ് ആദ്യം ക്ലീനിങ് നടത്തിയതാണ്. പിന്നെ വീണ്ടും രണ്ടാമതൊന്നും കൂടി ക്ലീൻ ചെയ്തതാണ്. ഇത് കണക്റ്റഡ് ആണല്ലോ ഈ തോട്. 24, 26, 28, 29, 30, 31, 32, 33 ഇങ്ങനെ കണക്റ്റഡ് ആണ് ഈ തോട്. ഓരോ വാർഡ് ബേസ് ചെയ്താണ് ക്ലീൻ ചെയ്ത് വരുന്നത്. പിന്നെ അതുപോലെ തോടുകൾ എല്ലാ ഭാഗത്തും ഉണ്ട് തോടുകൾ. അതൊക്കെ ക്ലീൻ ചെയ്തതാണ്. നമ്മുടെ കങ്ങരപ്പടിയിൽ ഇതുപോലെ അങ്ങനെ വെള്ളം കയറിയിട്ടില്ല. അപ്പോൾ മുണ്ടമ്പാലം തോട്, അപ്പോൾ അവിടുത്തെ കൗൺസിലർമാർ വിളിച്ച് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ നോക്കണ്ട, കാരണം നമ്മുടെ ആളുകൾ ആ വെള്ളത്തിൽ പോകുന്നത്, അതെന്തായാലും ആ തോട് ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തൃക്കാക്കര ചെയർപേഴ്സൺ അത് വിളിച്ച് അറിയിച്ചിട്ടുള്ളതാണ്. അപ്പം അതിനുള്ള അടിയന്തരമായ നടപടി ഒന്ന് സ്വീകരിക്കാനും പറഞ്ഞിട്ടുള്ളതാണ്. അതേസമയം മഴക്കാലപൂർവ്വ ശുചീകരണം എവിടെയും നടന്നിട്ടില്ലെന്നാരോപിച്ച് UDF കൺവീനർ MM ഹസൻ. വേനൽമഴ തുടങ്ങുന്നതിന് മുൻപ് മന്ത്രിമാർ വിദേശത്ത് പോയി എന്നും വിമർശനം. ഗവൺമെന്റ് സംവിധാനം ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്നെങ്കിൽ ദുരിതങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നും MM ഹസൻ പറഞ്ഞു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.